പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകം വിദ്യാർത്ഥിനികളെയും യുവതീ-യുവാക്കന്മാരെയും കുടുംബങ്ങളെയും ദേശാന്തരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഓരോ തവണയും അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് 10,000-കണക്കിന് കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തമായ അത്ഭുതങ്ങൾ അവിടെ നിന്ന് വർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവജനം വചനം കേൾക്കാൻ വരുമ്പോഴും ഇതാ ഒരു കുടുംബം വചനം കേൾക്കാൻ വന്ന് അവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എങ്ങനെ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ആത്മാവ് അവർക്ക് വേണ്ടി ഇടപെട്ടു, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിബി, വൈറ്റില തൈക്കൂടത്തുനിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മോൻ്റെ പേര് ഗീഷസ് ജോർജ്. അവന് 6-ാം വയസ്സിൽ പിടിച്ചതാണ്. കണ്ണിന് 2 പഴുപ്പ് ഒഴുകുമായിരുന്നു, ഒരു അലർജി പോലെ ഒഴുകുമായിരുന്നു. പല ഹോസ്പിറ്റലും കാണിച്ചു, ഒരു കുറവും കണ്ടില്ല. ഡോക്ടർ പറഞ്ഞു ഇത് മാറുമെന്ന് പറയണില്ല, മരുന്ന് തുടർച്ചയായിട്ട് കൊണ്ടിരിക്കുക. 15 വയസ്സായപ്പോൾ ഇവന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു. അവിടെ നിന്ന് കിട്ടിയ ഇതിൽ പറയുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറവില്ല, 2 കണ്ണ് ഒഴുകി പഴുപ്പ് ഒഴുകുമായിരുന്നു. പുറത്തിറങ്ങാനോ ഒന്നും സാധിക്കില്ല. അവന് 2 വർഷം പരീക്ഷ എഴുതാനും സാധിച്ചില്ല. കണ്ണിങ് ഒഴുകുമായിരുന്നു, വേദന ഉണ്ടാവും. 2 കണ്ണിലാണോ ഒരു കണ്ണിലാണോ? 2 കണ്ണിലും. 2 കണ്ണിൽ നിന്നും പഴുപ്പ് ഇങ്ങനെ ഒഴുകി. കണ്ണട വെക്കാണ്ട് പുറത്തിറങ്ങാൻ സാധിക്കില്ല. വില കൂടിയ കണ്ണടയായിരുന്നു. ഇതിങ്ങനെ ചേച്ചി ഇവനെ കൊണ്ട് വട്ടാലച്ചിട്ട് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ നിങ്ങളുടെ വീട് എവിടെയാ? വൈറ്റില തൈക്കൂടം. തൈക്കൂടം വൈറ്റിലേന്ന് ചേച്ചി ഈ വനം കൊണ്ട് ഇവിടെ വന്ന് അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് ആ നിമിഷം തൊട്ട് തീർത്തും മാറി. കണ്ണടയെ മാറ്റി ബ്ലസ് ചെയ്ത് അന്ന് തൊട്ട് മാറി. കണ്ണിന്റെ കംപ്ലീറ്റ് പഴുപ്പ് മാറി. കണ്ണട എടുത്ത് മാറ്റി. കണ്ണട നേരത്തെ വെച്ചിരുന്നാണോ? വെച്ചിരുന്നാണ്. കണ്ണിന് കണ്ണട വെക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല. അവന് ഒഴുകുമായിരുന്നു കണ്ണിൽ കൂടി പഴുപ്പ്. കണ്ണട വെക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു അല്ലേ? പറ്റൂല. എത്ര വർഷമായിട്ടുണ്ടായിരുന്ന? 6 വയസ്സിൽ പിടിച്ച അസുഖം. 6 വയസ്സ്. ഇപ്പൊ വയസ്സ് എത്രയായി? 16 വയസ്സായി. 16 വയസ്സല്ലേ? 6 വയസ്സ് തുടങ്ങിയ ഒരു അസുഖമാണ്. ഏതാണ്ട് 10 വർഷത്തോളം ഈ കുട്ടി ഇത് അനുഭവിച്ചു. അതുകൊണ്ട് കണ്ണടയൊക്കെ വെച്ച പുറത്തിറങ്ങാറ്. പഠിക്കാനാണെങ്കിൽ ഇച്ചിരി പുറകോട്ടായിരുന്നു. ഇപ്പം അതിനൊരു മാറ്റം കണ്ടുപിടിക്കുന്നുണ്ട്. പഠന മേഖലയിലും കർത്താവിന് പ്രത്യേകിച്ച് ആ പഴുപ്പ് 2 കണ്ണിലൂടെ പഴുപ്പിന് വഴി. ഇപ്പോൾ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഡോക്ടർമാർ എന്താ പറയണത്? ഡോക്ടർമാർ പറഞ്ഞത് ഇത് മാറില്ല, ഇത് തുടർച്ചയായിട്ട് മരുന്നുകൊണ്ട് ഇട്ടിക്കണമെന്നാണ് പറഞ്ഞത്. മരുന്ന് തരാം, മാറണ കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ 10 വർഷത്തോളം ഈ കുട്ടി ഇതുപോലെ നരകിച്ചു. വെയിലുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, ക്ലാസ്സിൽ പോകാൻ പറ്റൂല, വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല, ക്ലാസ്സിൽ പോകുമ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു. ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ല. ഇല്ല, 2 വർഷം പരീക്ഷ എഴുതാൻ പറ്റില്ല. വീട്ടിൽ തന്നെയായിരുന്നു അവൻ. കണ്ണിന് വേദന, വെയിലൊള്ളാൻ പറ്റൂല. അപ്പോൾ കണ്ണ് 2 വീർക്കും, പഴുപ്പ് ഒഴുകാൻ തുടങ്ങും. അങ്ങോട്ട് കണ്ണിന് വേദന ഉണ്ടായിരുന്നോ? വേദന ഉണ്ടായിരുന്നു.
അപ്പോൾ വെയിൽ കൊള്ളുകയോ അങ്ങനെ വീടിന് പുറത്തിറങ്ങുകയോ ചെയ്താൽ എന്തെങ്കിലും തട്ടിയിട്ട് കണ്ണൊക്കെ വീർക്കും, നീര് വരും, പഴുപ്പങ്ങോട്ട് കൂടുതൽ ഒഴുകുമായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇത് ഇവിടെ മലയിലാണ് കൂടുന്ന സഹിക്കാൻ, താഴത്താണോ വന്നേ? ഇവിടെ വന്ന് ഈ കൽക്കുരിശിൻ്റെ ഈ മലയിൽ വന്നു, ഇവിടെ വന്ന് കുട്ടീനെ കൽക്കുരിശിൻ്റെ അവിടെ കൊണ്ടുവന്ന് പിന്നെ തലയിൽ നിന്ന് പിടിപ്പിച്ച് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അന്നേക്കന്ന് കുട്ടിയുടെ ആ രോഗം മാറി, പരിപൂർണമായി ഹീലിംഗ് കൊടുത്തു. ഇപ്പോൾ ഒരു കാഴ്ചക്കും കുറവില്ല, എല്ലാം നല്ല ക്ലിയർ. നേരത്തെ കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അല്ല, അന്ന് കാഴ്ച കാണാൻ എന്ത് മനസ്സിലാവില്ല അവന്, ഈ പഴുപ്പുള്ളത് കൊണ്ട്. കണ്ടാലൊന്നും അങ്ങനത്തെ സ്ഥിതിയായിരുന്നു അല്ലേ? എനിക്കിത് വളരെ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. നിനക്ക് വല്ല സന്തോഷമുണ്ടോ? നിന്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. നിന്റെ പേരൊക്കെ എന്താ നോക്കട്ടെ. എൻ്റെ പേര് ഇഗ്നേഷ്യസ് ജോർജ്. ഞാൻ വിചാരിച്ചു നിനക്കൊരു സന്തോഷമില്ലാത്ത കുട്ടിയാണ്. ഇപ്പോഴല്ലേ മനസ്സിൽ നിങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ടല്ലോ. ഇവനെ നിന്റെ പേര് നിങ്ങളുടെ പറ. നിന്റെ പേരെന്താ? ഇഗ്നേഷ്യസ് ജോർജ് തൈക്കുടുന്ന് തന്നെ. എനിക്ക് കണ്ണിന് ഇങ്ങനെ വെയിലത്തിറങ്ങാൻ പറ്റാ, കണ്ണിൽ പഴുപ്പ്, ചൂടടിച്ചപ്പോൾ വെള്ളം വരും, പിന്നെ അത് ഒരു ഇത് പഴുപ്പായിട്ട് മാറണാണ്. പിന്നെ തണുത്തുള്ളം വെച്ച് കഴിയാലേ അത് മാറുള്ളൂ. സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലല്ലേ? പോകാൻ പറ്റില്ല, പരീക്ഷ എഴുതിയില്ല. പരീക്ഷയ്ക്കൊന്നും പോകാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് പരിപാടി പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ കിടക്കണേന്ന് ഫുള്ള് കിടപ്പായിരുന്നോ? പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം പഴുപ്പെല്ലാം വന്നാൽ പിന്നെ കാഴ്ചയൊന്നും കിട്ടില്ല, അധികം ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? മൂടൽ പോലെ ആവും അല്ലേ? പിന്നെ പഴുപ്പെല്ലാം തൂത്ത് കളഞ്ഞാലാണ്. പിന്നെ അട്ടപ്പാടി ഒന്ന് കുരിശിൽ തൊട്ട് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്. ഈ കൽക്കുരിശിൽ വന്ന് മലയിലെ കൽക്കുരിശ് വന്ന് തൊട്ടങ്ങോട്ട് പ്രാർത്ഥിച്ച് കണ്ണിലേക്ക് അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ബ്ലെസ്സിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ കണ്ണിന് യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പം, ക്ലിയർ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇഗ്നേഷ്യസ്, നിനക്ക് സന്തോഷമായോ? നോക്കി. പിന്നെ ഇന്ന് പിറ്റേ ദിവസം വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പിന്നെ കണ്ണടയൊക്കെ എടുത്ത് മാറ്റി. കണ്ണട നേരത്തെ വെക്കുമായിരുന്നല്ലേ? നേരത്തെ ഒരു പവറുള്ള ലെൻസ് വെക്കുമായിരുന്നു. ഇപ്പൊ അത് പിറ്റേ ദിവസം ചെന്നപ്പോൾ തന്നെ വെക്കണ്ടെന്ന്. കണ്ണടയൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞു. ഇനിയിപ്പോൾ കണ്ണടയും വേണ്ട, നല്ല സുഖമായിട്ട് ക്ലിയർ ആയിട്ട് കാണില്ല. ബൈബിൾ കാണാം. കർത്താവ് കൃപ അങ്ങോട്ട് കൊടുത്ത് അനുഗ്രഹിച്ചു. ആ പഴുപ്പ് മുഴുവനും അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം തൊട്ട് ക്ലിയർ അല്ലേ? ദൈവം എത്ര വർഷം ഇത്? ഏതാണ്ട് 6 വയസ്സ് തുടങ്ങിയല്ലേ? 6 വയസ്സ് തുടങ്ങിയതാണ്. ആണോ? 10 വർഷം അല്ലേ? എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിക്കുക എല്ലാവരും നല്ല സന്തോഷത്തോടെ. 2 കരങ്ങൾ നന്നായിട്ട് കൈയടിച്ച് സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. കുടുംബമായി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഈ സമയം തന്നെ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ബാലികാബാലന്മാരെ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വലയം ചെയ്യട്ടെ. വിദ്യാർത്ഥിനികളെ പ്രത്യേക ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഇപ്പോൾ അവിടുന്ന് പൊതിയട്ടെ. കൈക്കുഞ്ഞുങ്ങളെയും ഗർഭസ്ഥ ശിശുക്കളെയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു, കുടുംബം ഒന്നിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ നീതെ കൈനീട്ടും നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ നീതെ കൈനീട്ടും നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. വലിയ സന്തോഷത്തോടെ തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം
സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ. വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. സ്തുതിച്ചിടുക മനമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. സ്വരമുയർത്തി ജീവനോടെ ഒരുമിച്ച് ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് യേശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. നിന്റെ സമാധാനം നദി പോലെ ഒഴുകാൻ നീ ആഗ്രഹിക്കുന്നുവോ? നിന്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം കടലല പോലെ ഉയരാൻ, ദൈവത്തിൻ്റെ ഇടപെടൽ കടലല പോലെ ഉയർന്ന് നിന്നെ ദൈവകൃപയിൽ നടത്താൻ നീ ആഗ്രഹിക്കുന്നുവോ? അതിനുവേണ്ടിയുള്ള ദൈവീക വഴികളെക്കുറിച്ച് ദൈവം തൻ്റെ വിശുദ്ധ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന വചനഭാഗമാണ് യേശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 48 വേഴ്സസ് 17 to 19. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ടു whom we have to put our trust. ആരിലാണ് നമ്മുടെ ആശ്രയം വെക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിനക്ക് നിന്നെ നേരായ വഴികളിലൂടെ നടത്തുകയും നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് ജീവിക്കുന്നവനായ ദൈവം ഓരോ മകനെയും മകളെയും തൊട്ട് ഇന്ന് വെളിപ്പെടുത്തുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് 19-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിളൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ വചന ശുശ്രൂഷയിൽ നന്നായി പങ്കുചേരുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് മാത്രമല്ല, അഭിഷേകാഗ്നി വചന ശുശ്രൂഷ കൂടുമ്പോഴും ധ്യാനങ്ങൾ കൂടുമ്പോഴും ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോഴും ദൈവവചന ഗ്രന്ഥം, വേദപുസ്തകം നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ കരുതണം. ആ വചനഭാഗങ്ങൾ ഇത് വായിക്കണം. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടത് കാണണം, നിങ്ങളുടെ കാതുകൾ കൊണ്ടത് കേൾക്കണം, നിങ്ങൾ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം. ഇത് ജീവിക്കുന്ന കർത്താവിൻ്റെ ഒരു ആഗ്രഹമാണ്. 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലല പോലെ ഉയരുമായിരുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പ് കടലല പോലെ, ദൈവത്തിൻ്റെ കൃപ നിന്നെ പൊതിയുന്നൊരനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നൊരു പക്ഷേ നമ്മളുടെ ജീവിതം മരുഭൂമി പോലെ ചുട്ടുപൊള്ളുന്നൊരവസ്ഥയായിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ല. ഒരുപാട് പേർക്ക് ടെൻഷൻ, ഭാരം, ആകുലത, ഉത്കണ്ഠ, മനപ്രയാസം, വിഷാദം, സങ്കടം, ഒരുപാട് മനോവിഷമങ്ങളാൽ വലയുകയാണ്. മനോവിഷമങ്ങളിലും വലിയ മനപ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മകനെ, മകളെ, ചെങ്കടൽ പോലെ നിന്റെ മുമ്പിൽ വലിയ ജീവിത പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുകയാണെങ്കിലും ഒരുപാട് നിറഞ്ഞു കവിഞ്ഞൊരു ജോർദാൻ നദി പോലെ അത് ക്രോസ് ചെയ്ത് അത് കടന്ന് മറുകരയ്ക്ക് പോകാൻ പറ്റാത്ത വിധം ഒരു ഭീതിപ്പെടുത്തുന്ന, അലച്ച് പാഞ്ഞൊഴുകുന്ന നദി പോലെ ഒരു പക്ഷേ നിന്റെ മുമ്പിൽ ജീവിത പ്രശ്നങ്ങൾ ഇന്ന് നിനക്ക് ഭാരം, നിന്നെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം. കർത്താവ് പറയുകയാണ്, ആ പ്രശ്നത്തിന് നടുവിലൂടെ നിന്നെ അതിശയകരമായി നയിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ.
നിന്റെ ഹൃദയത്തിൽ സമാധാനം നദി പോലെ ഉയരാൻ, നിന്റെ ജീവിത ദൈവകൃപ, ദൈവനീതി, ദൈവത്തിൻ്റെ നീതീകരണം, ദൈവത്തിൻ്റെ സമാധാനം നദി പോലെ, കടലല പോലെ ഉയരാൻ നീ എന്നിലേക്ക് തിരിയണം. നീ കർത്താവിലേക്ക് തിരിയണം. ഇത് കർത്താവ് തൊട്ട് വിളിക്കുകയാണ് മക്കളെ, നീ കർത്താവിലേക്ക് തിരിയണം. തുടർന്ന് 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതികൾ മണൽ പോലെയും നിന്റെ വംശം മണൽത്തരികൾ പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ അവർ നശിപ്പിക്കപ്പെടുകയോ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും മക്കളുടെ മക്കളെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനമാണ് ഇത് കേട്ടത്. അതിന് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചൻ ഇതിനെക്കുറിച്ച് നമ്മളോട് വളരെ വലിയ വിധത്തിൽ ദൈവിക ദൂത് തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അനേക വർഷങ്ങളായി, ഒരു 10 പതിറ്റാണ്ടിലധികമായി ഞാനും അച്ഛനും ഒരുമിച്ച് ശുശ്രൂഷയാണ്. ബിനോയിച്ചൻ്റെ കൂട്ടായ്മ പോലെ തന്നെ വളരെ ശക്തമായൊരു കൂട്ടായ്മയാണ് സാംസൺ അച്ഛനോട് കർത്താവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹഭവനോട് വട്ടായിലച്ചൻ ഇപ്പോൾ വചനത്തിലൂടെ സൂചിപ്പിച്ചു, എൻ്റെ സമാധാനം കണ്ടെത്താൻ നീ എന്നിലേക്ക് തിരിയുക. കർത്താവിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. കാരണം അവിടുന്ന് അനുകമ്പയുള്ള, കരുണയുള്ള ഒരു ദൈവമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 1-2 തിരുവചനങ്ങൾ നമ്മൾ കാണുന്ന എങ്ങനെയാണ്: യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന വലിയ ജനാവലി, അവരെ കണ്ടപ്പോൾ ഈശോ അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്: ഈ ജനം വിശന്ന് തളർന്നിരിക്കുന്നു, ഇവരോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് നമ്മളോട് അനുകമ്പയുള്ള ഒരു ഹൃദയമാണുള്ളത്. സ്നേഹസമ്പന്നനാണ് കർത്താവ്. അത് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും പകർന്നു കൊടുത്തത് അവിടുത്തെ കരുണയാണ്. പഴയ നിയമത്തിലും ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കരുണ അനേക സ്ഥലത്ത് കാണുന്നുണ്ട്. അത് പ്രത്യേകമായി യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവിടെ ജനം പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും അശുദ്ധിയിലേക്കും ഈ ലോകത്തിലെ മാലിന്യങ്ങളിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവജനത്തിൻ്റെ പാപ അവസ്ഥ കണ്ടിട്ട് ജനത്തെ നശിപ്പിക്കും എന്ന് യോന പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തിന് നൽകി. യോന പ്രവാചകൻ്റെ അരുളപ്പാട് കേട്ട ഉടനെ രാജാവും ആ രാജ്യത്തുള്ള എല്ലാ ദൈവമക്കളും ചാക്കൊടുത്ത് ചാരം പൂശി തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുതപിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവർ തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവരുടെ മേൽ വരുത്താനായി ദൈവം ഉദ്ദേശിച്ച ശിക്ഷ അവിടുത്തെ പിൻവലിച്ചു. അപ്പോൾ ദൈവം അവരുടെ മേൽ അതിരറ്റ കരുണ ചൊരിയുന്നതായിട്ടാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണയിലേക്ക് കടന്നു വരുവാനാണ് നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുക. ഇതേക്കുറിച്ച് ധ്യാനിച്ച വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ദൈവം ചില വെളിപ്പെടുത്തലുകൾ കൊടുത്തു. അത് ഇപ്രകാരമാണ്. ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിൽ 1130 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വസ്തയോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യകുലത്തിന് സമാധാനം കണ്ടെത്താൻ കഴിയുകയില്ല. അസ്വസ്ഥമായ മനുഷ്യവർഗത്തോട് എൻ്റെ കരുണ നിറഞ്ഞ ഹൃദയത്തെ സമീപിക്കാൻ നീ പറയുക. ഞാൻ എൻ്റെ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കും. അസ്വസ്ഥമായ മനസ്സോടെ നീങ്ങുന്ന ജനത്തോട് നീ പറയുക, എൻ്റെ കരുണയിലേക്ക് കടന്നു വരാൻ ഞാൻ അവരുടെ ഹൃദയം കരുണ കൊണ്ട്, സ്നേഹം കൊണ്ട് നിറയ്ക്കാം. വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീന ഇവിടെ ഡയറിയിൽ 1129 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ലോകം മുഴുവൻ എൻ്റെ കരുണയെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരുണയിൽ ശരണപ്പെടുന്ന ആത്മാക്കൾക്ക് ഞാൻ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കും. ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് എല്ലാവരോടും പറയുക. എൻ്റെ കാരുണ്യം അവസാനിക്കുകയില്ലെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. പാപികൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നതിൽ ശങ്കിക്കാതിരിക്കട്ടെ. എൻ്റെ കരുണ ദൈവജനത്തോട്, ലോകത്തോട് പറയുക. അവർ എൻ്റെ കരുണ അറിയട്ടെ, എൻ്റെ സ്നേഹം അറിയട്ടെ. അങ്ങനെ ഈ വിശുദ്ധയായ അമ്മ ദിവസവും കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പ്രാർത്ഥിച്ച് 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 അഭിഷേകം പ്രാപിച്ചപ്പോൾ
ഈശോ ഈ അമ്മയോട് പറയുകയാണ്, നീ ജനത്തോട് പറയണം ചില കാര്യങ്ങൾ. അപ്പോൾ ഫൗസ്തീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു ഒരു ചിത്രം, കരുണയുടെ ഒരു ചിത്രം. ഈ ചിത്രത്തെ വണങ്ങുക, അത് എൻ്റെ കരുണ നിറയാൻ നിന്നെ സഹായിക്കും. ഈ ജനത്തെ പഠിപ്പിക്കുക, കരുണയുടെ ചിത്രത്തെ വണങ്ങുക ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഫൗസ്തീനോട് ഈശോ പറഞ്ഞു, എൻ്റെ കരുണയുടെ ജപമാല നീ ചൊല്ലി പ്രാർത്ഥിക്കുക, അത് ചൊല്ലുവാൻ ജനങ്ങളെ പഠിപ്പിക്കുക, അത് ചൊല്ലുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക. വീണ്ടും എൻ്റെ കരുണയുടെ തിരുനാൾ നീ ആചരിക്കുക. കരുണയുടെ തിരുനാൾ എപ്രകാരമാണ്? ഈശോയുടെ ഉത്ഥാന തിരുനാൾ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈശോയുടെ കരുണയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന നൊവേന പ്രാർത്ഥന, അത് 9 ദിവസം പൂർത്തിയായി കഴിയുമ്പോൾ ആദ്യ ഞായറാഴ്ച, പുതിയ ഞായറാഴ്ച കർത്താവിൻ്റെ കരുണയെ ഏറ്റുപറഞ്ഞ് ആഘോഷിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനം ദൈവത്തിൽ നിന്നൊഴുകുന്ന കരുണ ആവോളം സ്വീകരിക്കുന്നതായിട്ടാണ് അത് കാണുക. വീണ്ടും ഫൗസ്തീനയോട് ദൈവം പറഞ്ഞു, നീ ദൈവജനത്തോട് പറയണം, എല്ലാ ദിവസവും പ്രഭാതത്തിൽ 3 മണിക്കോ ഉച്ച കഴിഞ്ഞ് 3 മണിക്കോ എഴുന്നേറ്റ് എൻ്റെ കരുണയെ ധ്യാനിക്കുക. ഈ മണിക്കൂറിനാണ് കരുണയുടെ മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉരുവിട്ട് പ്രാർത്ഥിക്കണം. ഇത് കർത്താവിൻ്റെ കരുണയാണ് നമ്മളെ പഠിപ്പിക്കുക. ഈ കരുണ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരുണ, ഈശോയുടെ സ്നേഹം, ഈശോയുടെ സമാധാനം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ കുടുംബങ്ങൾ, വംശങ്ങൾ, തലമുറകൾ ദൈവസ്നേഹത്തിൽ നിറയും, വിടുതൽ പ്രാപിക്കും. പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, ഈ ലോകത്തെ കെട്ടിയിട്ടിരിക്കുന്ന പൈശാചിക പീഡയിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ ശക്തിയുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുക. ഒരു ദിവസം ഒരു രാത്രിയിൽ ഫൗസ്തീന പുണ്യവതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താൻ വന്ന് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നീ ഒരിക്കലും കരുണയെക്കുറിച്ച് ഓർക്കരുത്, കരുണയെക്കുറിച്ച് പഠിപ്പിക്കരുത്. എന്നിട്ട് പിശാച് ഇങ്ങനെ പറയാണ്, സർവശക്തനായ പിതാവിൻ്റെ കരുണയെക്കുറിച്ച്, മഹാകരുണയെക്കുറിച്ച് നീ ഉദ്ഘോഷിക്കുമ്പോൾ 1000 ആത്മാക്കൾ ഒരുമിച്ച് ഉണ്ടാക്കുന്ന വേദനയേക്കാൾ അതികഠിനമായ വേദനയാണ്, പ്രകരമാണ് നീ എനിക്ക് ഏൽപ്പിക്കുന്നത്. കാരണം ഒരു ദൈവവൈതൽ ദൈവ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഒരു പാപി ദൈവ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അവൻ പ്രത്യാശയിലേക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് വിശുദ്ധിയിലേക്കും കടന്നു വരും. അതുകൊണ്ട് ദൈവജനത്തോട് നീ ദൈവ കരുണയെക്കുറിച്ച് പ്രസംഗിക്കരുത് എന്ന്. അപ്പോൾ എത്രമാത്രം കരുണയാണ്, എത്രമാത്രം സ്നേഹമാണ് ദൈവ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. ഇപ്രകാരം നമുക്കും കർത്താവിൻ്റെ കരുണയെ തേടാം. അവിടുന്ന് സ്നേഹമാണ്, അവിടുന്ന് സന്തോഷമാണ്, അവിടുന്ന് സമാധാനമാണ്. അങ്ങനെ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ സമാധാനം, ആ സന്തോഷം നമുക്ക് ഓരോരുത്തരെയും സ്വീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യായുടെ പുസ്തകത്തിൽ 29-ാം അധ്യായം 24-ാമത്തെ തിരുലിഖിതത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, തെറ്റിലേക്ക് വഴുതി പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 29 വേഴ്സ് 24. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ കരുണയിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മുടെ സുബോധ അവസ്ഥ. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചാൽ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചാൽ, ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയാൻ അവന് സുബോധം ഉണ്ടാവും. ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയാൻ വേണ്ടി വിളിക്കുന്ന രാത്രിയാണിത്. മകനെ, മകളെ, ഒരുപക്ഷെ ജീവിതത്തിൽ ആർക്കും നിന്നെ ഉപദേശിച്ച് തിരിച്ചു വരാൻ പറ്റാത്ത വിധം നിൻ്റെ ആത്മാവ് ഒരു വഴി, അന്ധകാര വഴിയെ നടന്നുകൊണ്ടിരിക്കുകയാകാം. ഒരുപക്ഷെ നിൻ്റെ ഹൃദയം നാശ വഴിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരിടയ്ക്ക് നിൻ്റെ ജീവിതം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്നോട് സംസാരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കുക.
ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരിക. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഇത്രയും ചെയ്യുന്നത് നന്നായിരിക്കും. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പകൽ 3 മണി സമയത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുക. അതിനുശേഷം ഈ ഒരു കൊച്ചു പ്രാർത്ഥന ചെല്ലുക. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഇത് ആവർത്തിച്ച് മക്കളെ നിങ്ങൾ പറയുക. ഒരു പക്ഷെ ഒന്നും മനസ്സിലായില്ലെങ്കിലും, ഒരു ഉപദേശവും നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ കരുണ വലുതാണ്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ പറയുക. യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. ഈ ഒരു പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. വലിയ മിറക്കിൾസ്, വലിയ വ്യത്യാസം, വലിയ അനുഭവങ്ങൾ കർത്താവ് തരും. കഠിനമായ ഹൃദയങ്ങൾ മാംസളമാകും. ദൈവത്തിലേക്ക് തിരിയാനോ ദൈവത്തെ വിളിക്കാനോ പറ്റാത്ത വിധം യുക്തിവാദത്തിലും നിരീശ്വര ചിന്തകളിലും അന്ധകാര ബന്ധനങ്ങളിലും തകർന്നു പോയ ആത്മാവാണോ? ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം നമ്മളെ പൊതിയും. നിത്യജീവനിലേക്ക് അവിടെ നമ്മളെ കൈപിടിച്ച് ഉയർത്തും. ഈ സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കുടുംബങ്ങളെ ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ കരുണക്കടയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കി ഹൃദയം എളിമപ്പെടുത്തുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ കൂപ്പി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവദിക്കുന്ന ഈ സമയത്ത് മക്കളെ എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ സ്തുതിച്ച് ഈശോയെ, തിരുരക്തം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, തിരുരക്തത്തെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. എത്ര ഉച്ചത്തിൽ ഈശോയെ വിളിക്കാമോ അത്ര ഉച്ചത്തിൽ ഈശോയെ വിളിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ശിരസ് മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്ന് ഓർക്കേണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകുമെൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിലഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.